ഹലോ, എവിടെ നോക്കിയാലും ലിപ്പനാട്ട് കണ്ട് മടുത്ത് അവസാനം മൈൻഡിലൊരു ഡയലോഗ് അടക്കം എങ്ക പറ്റാലും നീ എന്ന് പറയുന്ന പോലെയാണ്. കാരണം കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു മെറ്റീരിയൽസിൻ്റെ കാര്യം നോക്കി. പക്ഷെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബിഗിനേഴ്സ് കിറ്റ്, അതായത് ലിപ്പനാട്ടിൻ്റെ ബിഗിനേഴ്സ് കിറ്റ് ആമസോണിൽ ഞാൻ കണ്ടത്. അപ്പം തന്നെ സാധനം ഓർഡർ ചെയ്യുകയും ചെയ്തു. സാധനം വൈബാണ്. ഒരുവിധം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ ഒരു കിറ്റിലുണ്ട്. ഗ്ലൂ, പെയിൻറ്റ്സ്, ബ്രഷ്, അതേപോലെ ക്യാൻവാസിൽ അത് വരച്ചടക്കോട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വരയ്ക്കേണ്ട ബുദ്ധിമുട്ട് പോലുമില്ല. പിന്നെ ക്ലേ, എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതാവുമ്പം ജസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻസ് നോക്കി ചെയ്ത് നോക്കിയാൽ മതി. തുടക്കം തന്നെ പാളി എന്ന് പറയാൻ ഉള്ള ഇതൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, തുടക്കം തന്നെ എനിക്ക് പാളിയിട്ടുണ്ട്. പല അമളികളും എനിക്ക് പറ്റിയിട്ടുമുണ്ട്. എന്ത് ചെയ്യാനാന്നേ, ഞാൻ എന്ത് ചെയ്താലും എവിടെയെങ്കിലും ഒന്ന് 3G ആയിട്ടില്ലെങ്കിൽ ആ സാധനം നന്നാവില്ല എന്നെനിക്ക് തോന്നും. അല്ലെങ്കിൽ നന്നാവില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് വന്നു പോവും. അതെനിക്ക് എപ്പോഴും ഉള്ളതാണ്. എന്ത് ചെയ്യാനല്ലേ. പോട്ടെ. അല്ല, ഇതൊക്കെ പറഞ്ഞു ഞാനിത് എങ്ങോട്ടേ പോണത്? ഇങ്ങോട്ട് തിരിച്ചു വാ. കാട് കയറരുത്. കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. അപ്പം എന്താ പറയാനുള്ളത്? അത് തന്നെ, എന്താണ് ലിപ്പനാട്ട്? ഈ സാധനം കണ്ട് ഞാൻ ഇത് ഓർഡർ ചെയ്ത ദിവസം മുതൽ ഞാൻ എന്താണ് ലിപ്പനാട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലിപ്പനാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ട്രഡീഷണൽ മ്യൂറൽ ക്രാഫ്റ്റാണ്. ഈ വേർഡ് ലിപ്പൻ വെച്ചാൽ ലിപ്പനാട്ട് എന്നുള്ളത് വന്നത് തന്നെ ഒരു ഗുജറാത്തി വേർഡ് ലിബൻ എന്നെങ്ങാനുള്ളതാണ്. LIPAN. നമുക്ക് ലിപ്പൻ എന്നുള്ളത് അത് ലിബൻ എന്നാണ്. അതിൻ്റെ മീനിങ് മറ്റേ പ്ലാസ്റ്ററോ അങ്ങനെയുള്ളൊരു. പക്ഷേ ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MDF ബോർഡോ അല്ലെങ്കിൽ ക്യാൻവാസിലൊക്കെ ഇത് ചെയ്യുമ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒക്കെ ഭിത്തിയിലാണ്. വെച്ചാൽ അതും ഈ ക്ലേ ഒന്നും വെച്ചിട്ടല്ല. ഈ മണ്ണിൽ ചാണകവും അങ്ങനെ വേറെന്തോ ഒരു പശുവും കൂടെയൊക്കെ കലക്കിയിട്ട് ഇതൊരു ക്ലേ രൂപത്തിലാക്കി അത് ചെയ്തിട്ട് പിന്നെ ഈ മിറേഴ്സും ഒക്കെ ഒട്ടിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എളുപ്പത്തിനാണ് ഈ ക്യാൻവാസ് ബോർഡിലോ അല്ലെങ്കിൽ MDF ബോർഡിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ചെയ്യുന്നത് ഞാൻ ഇതിലാണെന്ന് മാത്രം, വോളിലാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം എന്നല്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനിമ ഡയലോഗ്സ് വന്നു പോകും. ഇങ്ങനൊന്നും അല്ലടാ, നമ്മൾ പിന്നെയും കാണണ്ടേ ഇത് ശരിക്കുള്ള സാധനം എങ്ങനെയാണെന്നും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന ഡയലോഗാണ്. എന്താല്ലേ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇത് ചെയ്യുന്നതിൽ എനിക്ക് നല്ല അമളി പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ക്ലേ ഒട്ടിക്കാനാണ്. ഇങ്ങനെ ഇതാക്കിയിട്ട് ചെറിയ സ്ട്രിപ്സ് ആക്കി എടുത്തിട്ട് അത് ഒട്ടിക്കണം. ഞാൻ വലിയ കാര്യത്തിൽ ഒട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്ന് ഈ പശ എന്ത് ചെയ്തിട്ടും വരുന്നില്ല, സത്യം പറയാലോ. അവസാനം ഞാൻ എന്താക്കി, എൻ്റെ കയ്യിലൊരു പറയുക എങ്ങനെയാണ്, ഈ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ, വേറെ ഒരു ഗ്ലൂ ഞാൻ കാണുന്നില്ല. അവസാനം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് അങ്ങോട്ട് ചെയ്തു. പിന്നെ ചിലയിടത്ത് അതിലും അട്ടർ ഫ്ലോപ്പായി പോകുന്നുണ്ട് എൻ്റെ അവസ്ഥ. കാരണം ചിലയിടത്ത് ഞാൻ ഒട്ടിക്കാൻ മറന്നുപോയി. എന്താലേ, എന്ത് ചെയ്യാനാ. എന്നിട്ട് അവസാനം ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടെ ഒട്ടിക്കണം എന്നുള്ള ഓർമ്മ വന്നിട്ട് പിന്നെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓടിപ്പോയി ഒട്ടിക്കുന്നു. എന്ത് ചെയ്യാനാ. ഈ മാറാൻ വല്ല മരുന്നും ഉണ്ടാവുമോ? ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ആവുന്നില്ല, നല്ല മറ്റേ സന്തോഷ ബ്രഹ്മിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ടി വരും. കുറച്ച് ഈ ഇടയായിട്ട് എനിക്ക് മറവി കുറച്ച് അധികമാണെന്ന് തോന്നുന്നു. പോട്ടെ. ഞാനിതൊന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മളെ പാരറ്റ് നൈഫൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനം ചെയ്യുമ്പോഴാണ് എൻ്റെ അമ്മ വന്ന് ചോദിക്കുന്നത്, നീ ഇന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ? നീയല്ല, ഞങ്ങളിന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധനം
ഈ സാധനം കൈ കിട്ടിയപ്പം എൻ്റെ മട്ടും ഭാവമൊക്കെ മാറി. ഇനി ഇത് ചെയ്യാണ്ട് ഞാൻ എങ്ങോട്ടും വരില്ല. അമ്മ കുറേ നേരം നോക്കിയിരുന്നു. ഇത് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ, പ്രത്യേകിച്ച് നമുക്ക്. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതുവരെ ലിപ്പൻ എന്ന് പറഞ്ഞതിൻ്റെ ലീവ് പോലും ചെയ്തു നോക്കിയിട്ടില്ല. കിട്ടിയ ആക്രാന്തത്തിൽ അറിഞ്ചും പറഞ്ഞും കൂടി ചെയ്യുമ്പോൾ എന്ത് പോക്കും വരവൊക്കെയല്ലേ. പിന്നെ എനിക്ക് എങ്ങോട്ടും പോകുകയും വരികയും ഒന്നും ചെയ്യണ്ട എന്നുള്ള ഇതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമ്മളെ പറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ലാസ്റ്റ് ചെയ്തു. ഈ അവസരത്തിലാണ് എനിക്കത് മനസ്സിലായത്. കാരണം സെൻറ്ററിൽ നിന്നൊരു ക്ലേ ഒട്ടിക്കേണ്ടതായിരുന്നു. ഞാനത് മറന്നുപോയി. അതുകൊണ്ടുണ്ടാക്കി പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്. അപ്പം തന്നെ എടുത്തൊട്ടിച്ചു. പിന്നെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേറൊരക്കടി എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ ക്ലേയിലൊക്കെ വൈറ്റ് പെയിൻറ്റ് അടിക്കേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് പെയിൻറ്റ് അടിക്കാണ്ട് മിറർ എല്ലായിടത്തും അങ്ങോട്ട് ഒട്ടിച്ചാണ്. എന്ത് ചെയ്യാനാന്ന് നോക്കണേ, എപ്പോഴും മറവി. ആ മിറർ ഒട്ടിക്കാൻ ഞാൻ മറ്റേ നമ്മളെ ഇതിൽ കിട്ടിയ ഗ്ലൂ തന്നെയാണ് ഉപയോഗിച്ചത്. സാധനം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ മിറർ എടുത്ത് വെക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം നമുക്ക് ഈ ഡയമണ്ട് ആർട്ടൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ ഒരു പെന്നും ആ ഒരു ഗ്ലൂ സ്റ്റിക്ക് പോലത്തെ സാധനം. പിന്നെ അതാണ് എടുത്തത്. അതെടുത്ത് വെക്കാനുള്ള